തിരുവനന്തപുരത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട SHO ആത്മഹത്യക്ക് ശ്രമിച്ചു. ജയസനിലാണ് പാളയത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഷഫീദ് റാവുത്തർ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, എന്താണ് സംഭവിച്ചത്? ഇയാളെ പിരിച്ചുവിടാനിടയായ സാഹചര്യം എന്തായിരുന്നു? ഒപ്പം ഇയാളുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? 24 തന്നെ വാർത്ത നൽകിയൊരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജയസനിലെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. അതായത് ഈ പോക്സോ കേസ് ചുമത്തി ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും അയാളെ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിനിടയാക്കുകയും ചെയ്ത ആളാണ് ജയസനിൽ. കൂടാതെ വർക്കരയിലെ ഒരു റിസോർട്ട് ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിലും ഇയാൾ കുറ്റം ചെയ്തിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഇയാളെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ അല്പസമയം മുൻപ് 9 ഇയാൾ തിരുവനന്തപുരം പാളയത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ അളവിൽ കൂടുതൽ ഗുളിക കഴിയായിരുന്നു. ഉടൻ തന്നെ പോലീസുകാർ ഇടപെട്ട് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നിലവിൽ ICUവിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ ഈ പോലീസ് ക്വാർട്ടേഴ്സ് ഒഴിയണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയസനിൽ ലഭിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരിക്കാം ഈ ആത്മഹത്യാ ശ്രമം എന്നുള്ളതാണ് നിലവിൽ പോലീസ് കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യനില ഗുരുതരമാണ്. മാസങ്ങൾക്ക് മുൻപാണ് ജയസനിലിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. പ്രവിത പ്രജിൻ. ഷഫീദ് തുടരുക. ഒപ്പം ഈ വർക്കലയിൽ നിന്ന് അല്പസമയം മുൻപ് വന്ന മറ്റൊരു വാർത്ത കൂടി ഉണ്ടല്ലോ, ഈ KSEB ജീവനക്കാരുടെ ഒരു അതിക്രമ വാർത്ത. അതിൽ മദ്യപിച്ച് ഈ ജീവനക്കാർ അവിടെ ഒരു വീട്ടിലെത്തുന്നു, പിന്നീട് അത് ചോദ്യം ചെയ്ത കുടുംബത്തോട് തട്ടിക്കയറുന്നു, അസഭ്യവർഷം നടത്തുന്നു, പിന്നെ ആ വീട്ടിലെ തകരാർ പരിഹരിക്കാതെ ആ സംഘം മടങ്ങുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ആക്ഷേപമായി ഉന്നയിച്ചിരിക്കുന്നത് KSEBക്കെതിരെ. എന്താണ് സംഭവിച്ചത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ, ഏറെ നാടകീയമായ സംഭവങ്ങളായിരുന്നു ഈ രാജീവിന്റെ, അതായത് അയിരൂർ സ്വദേശിയായ രാജീവിന്റെ വീട്ടിൽ ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 11 മണിയോടുകൂടിയാണ് ഇയാളുടെ വീടിന്റെ ഒരു സർവീസ് കേബിളിൽ തീ പിടിച്ചത്. ഈ വിവരം ഉടൻ തന്നെ KSEBയെ വിവരം അറിയിച്ചു. എന്നാൽ ഫയർഫോഴ്സിനെ വിളിക്കൂ എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട KSEB ഉദ്യോഗസ്ഥരുടെ മറുപടി. തുടർന്ന് പോലീസിനെ അടക്കം വിവരം അറിയിച്ച് പോലീസ് സംഭവ സ്ഥലത്തെത്തിയ ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് KSEB ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയെങ്കിലും ഇവർ ഏതെങ്കിലും തരത്തിൽ ഈ കണക്ഷൻ കൊടുക്കുന്ന നടപടികളിലേക്ക് കടന്നിരുന്നില്ല. കാരണം ഇന്നലെ രാത്രി എത്തിയ KSEB ജീവനക്കാർ മദ്യപിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ രാജീവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേസ് പിൻവലിക്കാതെ ഇനിയൊരു നടപടിക്കില്ല എന്നുള്ളതായിരുന്നു KSEB ഉദ്യോഗസ്ഥരുടെ നിലപാട്. അതുകൊണ്ടാണ് ഒരു കുടുംബം, അതായത് മക്കളും അതേപോലെ തന്നെ മരുമക്കളും അടക്കം ഏതാണ്ട് 7 അംഗങ്ങളാണ് ആ കുടുംബത്തിലുണ്ടായിരുന്നത്. ആ കുടുംബത്തെ ഇത്രയും നേരം ഇരുട്ടിൽ നിർത്തുകയായിരുന്നു. ഷഫീദ്, അതിലിപ്പോൾ ഈ KSEB ജീവനക്കാർ രാജീവിന്റെ വീട്ടിലെത്തി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്ന് മനസ്സിലാക്കും. KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നത്. അതായത് അല്പസമയം മുൻപ് ഈ സംഭവം വലിയ തരത്തിൽ വിവാദമാവുകയും വാർത്തയാവുകയും തുടർന്ന് വൈദ്യുതി മന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെടുകയും സ്ഥലം MLA ആയിട്ടുള്ള B. ജോയി ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തതിന് പിന്നാലെ അല്പസമയം മുൻപ് KSEB ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി ഈ വൈദ്യുതി വീണ്ടും പുനഃസ്ഥാപിക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്. പക്ഷെ അപ്പോൾ KSEB ജീവനക്കാരും ഉദ്യോഗസ്ഥരും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വീട്ടുകാരോട് കാണിച്ച നടപടി, അതല്ലെങ്കിൽ കാണിച്ച ഒരുതരം വെല്ലുവിളി, അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രവിത. വ്യക്തമാണ്. എന്തായാലും തിരുവമ്പാടിയിൽ സമാനമായ ഒരു സംഭവം നടന്ന് ഏതാണ്ട് ആഴ്ചകളാവുന്നതേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം വർക്കലയിൽ നടന്നത്. ദൗർഭാഗ്യകരമാണ് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്.